ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ BJP വിജയം പ്രതീക്ഷിക്കുന്ന ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. 2 ദിവസം മുമ്പ് വരെ രമേശ് പിഷാരടിയെ BJP ചേച്ചിമാർ വട്ടം കൂടി നിന്ന് തടയുകയും ചീത്ത വിളിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് മുതൽ, അല്ലെങ്കിൽ ആ സംഭവം നടന്നത് മുതൽ ഇങ്ങോട്ട് കാര്യങ്ങൾ നേരെ തിരിയുകയാണ്. ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി BJPയിലെ തന്നെ ചില ഉന്നതർ തയ്യാറാക്കിയൊരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവരെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ചില BJPക്കാർ രമേശ് പിഷാരടിയെ കയ്യേറ്റം ചെയ്തത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വിജയം ഉറപ്പിച്ച് ആത്മവിശ്വാസത്തോടെ ഒരു തരത്തിലുള്ള പരാതികളും കേൾപ്പിക്കാതെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വിജയിക്കരുത് എന്ന് പാലക്കാട്ടെ തന്നെ ചില BJP നേതാക്കൾ, ചില സംസ്ഥാന നേതാക്കൾ, ചില എക്സ്പയേർഡ് നേതാക്കൾ ഉൾപ്പെടെ തീരുമാനിച്ചുറപ്പിച്ചതിൻ്റെ ഭാഗമായുള്ള ചില ചരടുവലികൾ നടന്നതിനെ തുടർന്നാണ് ബോധപൂർവം രമേശ് പിഷാരടിയെ തടയുന്ന ആ ഒരു വലിയ നീക്കമുണ്ടായത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. അതായത് രമേശ് പിഷാരടി വൈകിട്ട് കോൺഗ്രസ്സുകാർക്കൊപ്പം വോട്ടഭ്യർത്ഥനയുമായി ഒരു പ്രദേശത്തെത്തുന്നു. അവിടെ BJPക്കാർ കുറച്ച് പേരുണ്ട്. അവിടെ നിന്ന് അവർ ക്ഷേത്രത്തിലേക്ക്, സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനിടയിൽ ചില BJP ചേച്ചിമാർ വന്ന് രമേശ് പിഷാരടിയെ തടയുന്നു, ചീത്ത വിളിക്കുന്നു, പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ക ഫാസിസം. അതായത് BJPക്ക് നഗരസഭയിൽ അധികാരമുള്ള, അത്യാവശ്യം വോട്ടുകളുള്ള പാലക്കാട്ടെ ഒരു പ്രദേശത്ത് കുറച്ചധികം BJPക്കാർ അവിടെ താമസിക്കുന്നു, അല്ലെങ്കിൽ പരിസരവാസികളായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ അനുമതിയില്ലാതെ ഇതിലെ പിഷാരടി പോകരുതെന്ന് പറയുന്നത് കൃത്യമായ ഫാസിസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നഗരസഭയുടെ ഭരണം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോഴേക്കും ഇവരുടെയൊക്കെ ഒരു തിളപ്പ് നോക്കുക. അപ്പോൾ ഇവർക്കെങ്ങാനും ഭരണം കിട്ടിയാലോ, ഇവർക്കൊരു മണ്ഡലം കിട്ടിയാലോ എന്തായിരിക്കും അവസ്ഥ? സുരേഷ് ഗോപിയുടെ തമ്പ്രാൻ വാഴ്ചയൊക്കെ നമ്മൾ കാണുന്നതല്ലേ? ഈ നിലയിലാണ് ഇപ്പോൾ ജനങ്ങൾ സംസാരിക്കുന്നത്. അവിടെ മുതൽ ശോഭാ സുരേന്ദ്രന് BJPക്ക് എതിരായ നിരവധി വാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി രമേശ് പിഷാരടി ജയമുറപ്പിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് ക്യാമ്പ് ഒറ്റക്കെട്ടായി പാലക്കാട് രമേശ് പിഷാരടിക്ക് വേണ്ടി കളത്തിലിറങ്ങുകയും ഈ വിഷയം രാഷ്ട്രീയപരമായി വലിയ ചർച്ചകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. അതായത് BJPയുടെ ഫാസിസം, അവർ ഭൂരിപക്ഷമായാൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഭരണം വന്നാൽ, അവരുടെ കയ്യിലൊരു സ്ഥലം ഇരുന്നാൽ, അവർക്കൊരു MLA കിട്ടിയാൽ, ഒരു നഗരസഭാ അധ്യക്ഷനെ കിട്ടിയാൽ, പിന്നെ അഹങ്കാരത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും മൂർത്തി രൂപങ്ങളായി BJP മാറുമെന്ന നിലയിൽ രാഷ്ട്രീയപരമായി തന്നെ ഈ വിഷയം ഇപ്പോൾ കോൺഗ്രസ് പാലക്കാട് ചർച്ചയാക്കിയിരിക്കുകയാണ്. KC വേണുഗോപാൽ എന്ന AICC ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് അവിടെ എത്തുന്നു. രമേശ് പിഷാരടിക്കൊപ്പം സജീവമായി ഈ വിഷയം ആളിക്കത്തിച്ച് ഇതിലെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. പൊടുന്നനെ ഈ വിഷയം പാലക്കാട് വലിയൊരു തീ കൊളുത്തിവിട്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രനെതിരെ. നോക്കുക, KC വേണുഗോപാൽ എങ്ങനെയാണ് ഈ വിഷയത്തെ കൃത്യമായി രാഷ്ട്രീയപരമായി സംസാരിക്കുന്നത്, ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നത് എന്ന്. ഇത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം പാലക്കാട് ഉണ്ടാക്കാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. കേൾക്കാം KCയുടെ വാക്കുകൾ. ജനാധിപത്യത്തിൻ്റെ മഹോത്സവമായിട്ടാണ് ഇന്ത്യയിൽ നമ്മളെല്ലാവരും തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. സ്വതന്ത്രമായി സഞ്ചരിച്ച് വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. ഈ ജനാധിപത്യ മഹോത്സവം വിജയമാക്കാനുള്ള ഏറ്റവും അവിഭാജ്യമായ ഘടകവുമാണ്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, രമേശ് പിഷാരടിയെ പോലെ സ്ഥാനാർത്ഥി കടന്നു പോകുമ്പോൾ അത് ആക്രമിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയുന്നത്, അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാത്തവരല്ലേ അത് ചെയ്യുള്ളൂ? ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവരല്ലേ ചെയ്യൂ? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം എല്ലാവരുടെയും പ്രചരണം നടക്കും, അവസാനം ജനങ്ങൾ ഒരാളെ സ്വീകരിക്കും, അതിനെ അംഗീകരിക്കും. അതാണ് പതിവ്. ഇവിടെ കണ്ടത് വിചിത്രമാണ്. അപ്പോൾ ജനാധിപത്യത്തിന് പുതിയ നിർവചനം കൊടുക്കുന്ന രീതിയാണ് ഇതിലെ കണ്ടത്. പക്ഷേ ഞങ്ങളതിനകത്തൊരു തീരുമാനിച്ചിരിക്കുന്നത്, ഇതിൽ ഞങ്ങൾ അതിന് പോയി കൗണ്ടർ കലാപം ഉണ്ടാക്കാനോ കൗണ്ടറായി തടയാനോ ഞങ്ങളും അവരെ പോലെ ആയില്ലേ? നോക്കുക, KC വേണുഗോപാലിൻ്റെ കൃത്യമായ ഇടപെടൽ പാലക്കാട് നടന്നിരിക്കുന്നു. ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, ജനാധിപത്യത്തെ ഹനിക്കുന്ന, കൃത്യമായ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പാക്കുന്ന BJPയുടെ മുഖം കൃത്യമായി പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് തന്നെയാണ്
സി വേണുഗോപാൽ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം. എന്ന് മാത്രമല്ല, രമേശ് പിഷാരടി രാഷ്ട്രീയം പറയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാളാണ്. തീവ്രമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ, അല്ലെങ്കിൽ തീവ്രമായ ഗൗരവതരമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന പാലക്കാട്, അവിടെ രാഷ്ട്രീയം അറിയാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു പരിചയവുമില്ലാത്തൊരു സിനിമാ നടനെ കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കാനാണെന്ന ചോദ്യം BJP കേന്ദ്രങ്ങളിൽ നിരന്തരമായി ചോദിച്ചിരുന്നു. എന്ന് മാത്രവുമല്ല, രമേശ് പിഷാരടിയെ പോലെ ഒരാൾ MLA ആയാൽ എന്ത് ചെയ്യാനാണ്? യാതൊരു തരത്തിലുള്ള പ്രവർത്തന പരിചയവുമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ അത് വലിയ ഭീഷണിയായേനെ BJPക്ക്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ പോലുമില്ല, തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല, പാലക്കാട് ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വെല്ലുവിളി BJPക്ക് മാറി വലിയൊരു മുന്നേറ്റം നടത്താം. രമേശ് പിഷാരടി രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ തന്നെ ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോയി ജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രവൃത്തിയോടുകൂടി ജനങ്ങൾ ഇതെല്ലാം കാണുകയാണ്, തിരിച്ചറിയുകയാണ്. അപ്പോൾ ദേശീയ നേതൃത്വം പോലും, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നു. KC വേണുഗോപാൽ സജീവമായി രമേശ് പിഷാരടിക്കൊപ്പം കളത്തിലിറങ്ങുന്നു. ഇതൊക്കെ പാലക്കാട് പിടിച്ചെടുക്കാനുള്ള സഹായമാണ്. രമേശ് പിഷാരടിക്കുള്ള കൃത്യമായ പിന്തുണയാണ്, ഊർജ്ജമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പൊടുന്നനെ ചിത്രം മാറി. ഇത്രയും നാൾ ശോഭാ സുരേന്ദ്രനെതിരെ പാലക്കാട് BJPക്കെതിരെ വലിയ പരാതികളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് അവരുടെ രീതിക്ക് ക്യാമ്പയിൻ നടത്തുന്നു, BJP അവരുടെ രീതിയിൽ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എപ്പോഴും ശോഭാ സുരേന്ദ്രൻ ഞാൻ ജയിക്കും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഇതോടുകൂടി ചിത്രം മാറി മറിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായമായ ഒരു സ്ത്രീയെയൊക്കെ BJPക്കാർ കിടന്ന് ചീത്ത വിളിക്കുന്നത് കേരളം ലൈവായിട്ട് കണ്ടെന്നേ. രമേശ് പിഷാരടിയെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുപോകുക. അതിനെയാണ് തടഞ്ഞത്. ഒരു ഹിന്ദു വിശ്വാസിക്ക്, ഒരു സ്ഥാനാർത്ഥിക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശം പോലും BJP കൊടുക്കുന്നില്ല. ഇവരോട് ചോദിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാൻ. ആ വിധത്തിൽ കാര്യങ്ങൾ മാറി. അതുപോലെ തന്നെ ഒരു പ്രായമായ സ്ത്രീ പറയുന്നുണ്ട്, മോനെ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് രമേശ് പിഷാരടിയെ ക്ഷണിക്കുമ്പോൾ അതിനും സമ്മതിക്കുന്നില്ല. നോക്കുക, എന്ത് വലിയ ജനാധിപത്യ വിരുദ്ധതയാണ്. പാലക്കാട് ഒരു നഗരസഭ പിടിച്ചപ്പോൾ തന്നെ BJPയുടെ ആ ഫാസിസ്റ്റ് മനോഭാവം, ജനാധിപത്യ വിരുദ്ധത അവിടെ പ്രകടമാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥി വന്ന് ജയിക്കും എന്നൊരു തോന്നലുണ്ടായപ്പോൾ മൊത്തം അഹങ്കാരമാണ്. ആ രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്യപ്പെടുന്നത്. പണ്ട് ഷാഫി പറമ്പിലിനെതിരെ ഇതുപോലെ വഴിതടയാനും വെല്ലുവിളിക്കാനും അസഭ്യം വിളിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ BJP ഒന്ന് ഇറങ്ങിത്തിരിച്ചിരുന്നു. അന്ന് ഷാഫി പറമ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് ജയിച്ചത്. ഷാഫി തന്നെ പറയുന്നത് നോക്കുക, ഇതുപോലെ തന്നെയായിരിക്കും രമേശ് പിഷാരടിക്കും സംഭവിക്കാൻ പോകുന്നത്. രമേശ് പിഷാരടി അധിക്ഷേപിച്ച്, വഴിതടഞ്ഞ്, ഭീഷണിപ്പെടുത്തി, അങ്ങനെയൊക്കെ പേടിപ്പിക്കാനും പിന്മാറ്റാനും ഒക്കെയാണ് BJP പാലക്കാട് ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ പിഷാരടിയുടെ ഭൂരിപക്ഷം കുതിച്ചുയരും ഇനിയുമേറെ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തായാലും ഷാഫി പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സമാനമായ ഒരു ഇൻസിഡന്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അവിടെ മത്സരിക്കുന്ന സമയത്താണ്. അന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അവിടെ നിന്ന് കിട്ടിയത്. 17,000-ലധികം വോട്ടിനാണ് അന്ന് ജയിച്ചത്. ഞാൻ ഇപ്രാവശ്യവും പറയുന്നു, ഈ ചെയ്തതിനെയൊന്നും പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കില്ല, ആ പ്രദേശത്തെ ജനങ്ങൾ പോലും അംഗീകരിക്കില്ല. നിങ്ങൾ എൻ്റെ വിഷ്വൽസിൽ കണ്ടതല്ലേ, രമേശ് പിഷാരടിയുടെ കയ്യും പിടിച്ചൊരമ്മ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ തടസ്സം നിൽക്കാൻ കഴിയുമെന്ന് ആ കൗൺസിലറോട് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ പാലക്കാട്ടെ യഥാർത്ഥ അമ്മ മനസ്സതാണ്. മറ്റേത് BJP ഉണ്ടാക്കുന്ന സംഘർഷങ്ങളാണ്, കുഴപ്പങ്ങളാണ്. തോൽവി ഏകദേശം അവരും അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ കുഴപ്പങ്ങൾ. പക്ഷേ ആ കുഴപ്പങ്ങളൊക്കെ ജനങ്ങൾ അതിനുള്ള പരിഹാരമൊക്കെ പരിഹാരക്രിയ ജനങ്ങൾ നടത്തും. അത് 9-ാം തീയതി നടത്തും, 4-ാം തീയതി അറിയും. പിഷാരടി കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവും. പാലക്കാട്ടെ ജനങ്ങളെ ബഹുമാനിച്ചും വിശ്വാസത്തിലെടുത്തുകൊണ്ടും പറയുന്നു, പിഷാരടി കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവും. അതേസമയം ശോഭാ സുരേന്ദ്രന് ജയസാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെതിരെ BJPക്കുള്ളിൽ നിന്ന് തന്നെ ചവിട്ട് വരുന്നതിൻ്റെ ഭാഗമാണിത് എന്ന വിലയിരുത്തലും ഉണ്ട് കേട്ടോ. കാരണം ഏറ്റവും അധികം ഗ്രൂപ്പിസത്തിൻ്റെ ഇരയായി മാറിയിട്ടുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. BJPയിലെ പല വമ്പന്മാരും പല ഘട്ടങ്ങളിൽ ശോഭാ സുരേന്ദ്രനെ തള്ളി വീഴ്ത്തിയത്, ചവിട്ടി വീഴ്ത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ പരസ്യമായി അതിനെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പിസത്തിൻ്റെ ഇരയായി ഇത്രയും കാലം കഷ്ടപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി BJPക്കൊപ്പം 8ാം ക്ലാസ് മുതലോ മറ്റോ BJPയോട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇത്രയും കൊല്ലമായിട്ട് പലയിടങ്ങളിലും തഴയപ്പെട്ടിട്ടുണ്ട്, പലയിടങ്ങളിലും ഗ്രൂപ്പിസത്തിൻ്റെ ഇരയായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒടുവിൽ പാലക്കാട് ഒരു വലിയ വിജയപ്രതീക്ഷ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് BJPക്കുള്ളിൽ നിന്ന് തന്നെ ശോഭയ്ക്കെതിരെ വലിയൊരു നീക്കമുണ്ടാകുന്നത്. അതായത് ശോഭയെ നാറ്റിക്കുന്ന വിധത്തിൽ, ആ വിജയപ്രതീക്ഷ ഇല്ലാതാക്കുന്ന വിധത്തിൽ, ശോഭാ സുരേന്ദ്രന് ജനങ്ങളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്ന വിധത്തിൽ പാലക്കാട് മുഴുവൻ ചർച്ച ചെയ്യുന്ന, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിവാദത്തിന് വഴിമരുന്നിട്ട് കൊടുത്തത് BJP പ്രവർത്തകർ തന്നെയാണ്. KC വേണുഗോപാലൊക്കെ ഈ വിഷയം ഏറ്റെടുത്ത് വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നതോടുകൂടി
ശക്തമായ രാഷ്ട്രീയം സംസാരിക്കാൻ അറിയുന്നൊരു നേതാവാണ് രമേശ് പിഷാരടി എന്നുകൂടി ജനങ്ങൾ തിരിച്ചറിയാണ്. ഇതിനൊക്കെ രമേശ് കൊടുത്തിട്ടുള്ള മറുപടിയുണ്ട്. പിഷാരടി ഇതിന് ചാനലുകളിൽ കൊടുത്ത മറുപടി കേൾക്കുക. എത്ര പക്വമായിട്ടാണ് പിഷാരടി ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ആളെ കൂട്ടി അവിടെ വരെ പോയിട്ട് വരാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു സ്ത്രീയാണ് തടഞ്ഞത്, അല്ലെങ്കിൽ സ്ത്രീകളാണ് ഞങ്ങൾക്കെതിരെ വന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നിയമപരമായി തന്നെ അവിടെ നിന്നു, അങ്ങോട്ട് പോയില്ല, പ്രകോപനമുണ്ടാക്കിയില്ല. ഇപ്പോൾ കോൺഗ്രസ് പാലക്കാട് BJP വലിയ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ ആ പാതയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് BJPക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുകയാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. തിരിച്ചടിക്കും. ഇത് ശോഭാ സുരേന്ദ്രൻ തിരിച്ചടിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരിട്ട് പാലക്കാട് എത്തുകയും രമേശ് പിഷാരടിയുടെ ക്യാമ്പയിനിൽ സജീവമാവുകയും ചെയ്തതോടെ പാലക്കാട് തൂക്കും പിഷാരടി എന്ന കാര്യത്തിൽ എനിക്കിനി വലിയ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കണം. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങളുമായി BJPയുടെ ആളുകൾ തന്നെ ശോഭയ്ക്കിട്ട് പണിയാൻ ഇറങ്ങി തിരിച്ചതോടെ ശോഭയുടെ പതനം ഏറെക്കുറെ ഉറപ്പിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്.